നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള പ്രൊവിഡൻസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം എഞ്ചിനീയറിംഗ് കോളേജിലും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലും ഒക്കെ പരിപാടികൾ പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിന് ശേഷവും കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ പരിപാടികളുണ്ട്. എന്തായാലും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ വരുത്തി മുന്നോട്ട് പോകുവാനായിട്ട് ഗവൺമെന്റ് നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത്. തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് എത്രയും വേഗം നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ശ്രീനാരായണ സർവകലാശാലയിലെ പരീക്ഷകൾ നടത്തുന്നത്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. അത് സർവകലാശാലകൾ സ്വാഭാവികമായി ഇപ്പോൾ അവിടുത്തെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് അല്ല അത്തരം ഷെഡ്യൂളുകളൊന്നും തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ FIUGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പഠനം ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ടീം ഇപ്പോൾ അതിനകത്ത് അധ്യാപകർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഇതിനെ സംബന്ധിച്ച് കോളേജുകൾ, മാനേജ്മെൻറ്റുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സംഘടനകൾ എല്ലാവരുമായി സംസാരിക്കുകയും അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. എല്ലാം ഇപ്പോൾ കമ്മിറ്റി അത് റിവ്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിന് അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാലേ എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ FIUGP നടപ്പിലാക്കിയപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രയാസമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും കോളേജുകളും അധ്യാപകരും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്റേൺഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യുമെന്നതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില കോളേജുകളിൽ ഓപ്ഷൻസ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ചില കോളേജുകളിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം കോഴ്സുകളില്ല. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വരട്ടെ. നമ്മൾ അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇത് ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. സാധാരണ നിലയിൽ പ്രൊവിഷണൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ചിട്ടാണ് പിന്നെ ഫൈനൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ സംഭവിച്ചത് പ്രൊവിഷണൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ ഒരു ചെറിയ സാങ്കേതിക പിഴവ് സംഭവിച്ചു. അത് ഈ നെഗറ്റീവ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നതിനകത്ത് സിസ്റ്റത്തിലുണ്ടായ ഒരു എററാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് സാധാരണ രീതിയിൽ അതും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ പ്രൊവിഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നെഗറ്റീവ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്തിരുന്നില്ല. അത് ഈ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് അത് പരിഗണിക്കപ്പെട്ടില്ല. അത് സിസ്റ്റത്തിൽ സംഭവിച്ച ഒരു ഫെയിലിയറാണ്. അത് സ്വാഭാവികമായും എൻട്രൻസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഫൈനൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിപ്പോൾ ആ ടെക്നിക്കൽ ഇഷ്യൂസ് പരിഹരിച്ചിട്ട് ഉടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കും. അത് കമ്മീഷൻ അത് നമ്മൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റുമായി AICTEയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഗൈഡ് ലൈനുകൾ വന്നിരുന്നു. അപ്പോൾ അതിനകത്താണ് അവർ നേരത്തെ ഉണ്ടായിരുന്ന ചില ഗൈഡ് ലൈനുകളിൽ മാറ്റം വരുത്തിയത്. അപ്പോൾ നമ്മളും അത് അവരുടെ ശ്രദ്ധിക്കണം. കാരണം വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല.
ഇപ്പോൾ നേരത്തെ ഇപ്പോൾ NRI അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ നിന്നും ചില വേരിയേഷൻസ് വരുത്തിയത് AICTE ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ നമ്മളത് ഔദ്യോഗികമായിട്ട് നമ്മൾ AICTEയോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അത് കുറെ കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഡിവിജ്വൽ കേസസ് ഉണ്ടെങ്കിൽ പരിശോധിക്കാം. എവിടെ ഇല്ല, അങ്ങനെ ഒരു നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ AICTEയുടെ നോംസ് വശത്ത് വെക്കുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടില്ല ഇതുവരെ. ഇൻസാറ്റിലും സെക്കൻഡ് വന്നിട്ടില്ല. സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് വന്നിട്ടില്ല. 20-ാം തീയതി അവിടെ അപ്പോൾ ക്ലോസ് ചെയ്യും. അത് ഫീസ് റിട്ടേൺ ചെയ്യുന്ന അപ്പോഴായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴും തേർഡ് അലോട്ട്മെന്റിലേക്ക് വരാത്ത സാഹചര്യത്തിൽ പലർക്കും പണം നഷ്ടപ്പെടും. ഏത് കോഴ്സ് കിട്ടും ഇപ്പോഴും നിശ്ചയമില്ല. ഇതൊരു തിരിച്ചടിയല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇക്കാര്യത്തില് ഇപ്പൊ കീമിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ പുനരാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് പഴയ കാലത്ത് കേരളത്തിൽ 5-6 എഞ്ചിനീയറിംഗ് കോളേജുകൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ സീറ്റുകൾ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ കോളേജുകളിൽ കിടക്കുകയാണ്. ഈ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്ര കർശനമായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറിന്റെ ആവശ്യകത തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ നമ്മൾ കീം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കണ്ട. അത് ഗവൺമെന്റ് റിവ്യൂ ചെയ്യാം ഈ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ ഗവൺമെന്റ് സീറ്റുകൾ ഗവൺമെന്റ് കോളേജുകളിലായാലും മറ്റേ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ ഗവൺമെന്റ് സീറ്റിലും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അർഹരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കണം. പക്ഷെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യവും നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കീമിനെ സംബന്ധിച്ച് ഈ വർഷം ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ വരികയും നടപടിക്രമങ്ങളും എക്സാമും എല്ലാം നടന്ന് അത് മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് പല പരിമിതികളുമുണ്ട്. കാരണം പ്രോസ്പെക്ടസിൽ തന്നെ 3 അലോട്ട്മെന്റ് എന്ന് വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ഭേദഗതി വരുത്താൻ സാധിക്കില്ല. പക്ഷെ അടുത്ത വർഷം മുതൽ ഈ കീമിന്റെ പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ചും അലോട്ട്മെന്റ് പ്രൊസീജിയറിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും.